Namaste. Those who are new here, I'm Dr. Susan Kaur, life psychologist and transformation coach. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പുതിയ നാർസിസിസ്റ്റിക് ഒരു ബിഹേവിയർ ആണ്. അവർ കാണിക്കുന്ന ഒരു ബിഹേവിയർ പാറ്റേൺ ആണ്. അതിനെ പറയുന്നതാണ് ദ വൾച്ചറിങ് നാർസിസിസ്റ്റ്. അവരെന്താണ് ആ വൾച്ചറിങ് നാർസിസിസ്റ്റ് ആരാണെന്നും അതുപോലെ തന്നെ ആരെയൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ അവരുടെ ബിഹേവിയർ എന്താണെന്നും അവരുടെ ആ ഒരു ദ ബിഹേവിയർ പാറ്റേൺസ്, ദ മോഡസ് ഓപ്പറാൻഡി, അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളതുമാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയും, പുര കത്തുമ്പോൾ വാഴ വെട്ടുക, പുര കത്തുമ്പോൾ കഴുക്കോലൂരുക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഈ വൾച്ചറിങ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചില പരിപാടി ചെയ്യുന്നവരാണ്. അവരെന്ന് പറയുന്നത് നമ്മൾ ഈ കഴുകന്മാരെ പോലെയാണ്. കഴുകന്മാർ എങ്ങനെയാണ്? ഒരാൾ മരിച്ചു കഴിയുമ്പോൾ അതിൽ ഫീഡ് ചെയ്യുന്നവരാണ് കഴുകന്മാർ. അവരൊരിക്കലും അതിനു മുമ്പ് പ്രത്യക്ഷപ്പെടുകയില്ല. കഴുകൻ ഒരിക്കലും ഒരു തരുമ്പ് ജീവൻ ഒരാളുടെ മേത്തുണ്ടെങ്കിൽ അയാൾ പ്രത്യക്ഷപ്പെടത്തില്ല. പക്ഷെ അയാളുടെ ജീവിതം താറുമാറായി അയാൾ മരിച്ചു എന്ന് വരുമ്പോഴാണ് കഴുകന്മാർ വരുന്നത്. ഈ വൾച്ചറിങ് നാർസിസിസ്റ്റുകളും ഇതേ രീതിയിലാണ് ആളുകളുടെ മുകളിലേക്ക് വരിക. അപ്പൊ അവരാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ നാശത്തിൽ ഫീഡ് ചെയ്യപ്പെടുന്നവരാണ് അവര്. അത് ചിലപ്പോൾ പൈസയുടെ കാര്യത്തിലായാലും ശരി, അതുപോലെ റിലേഷൻഷിപ്സിലായാലും ശരി, എവിടെ എനിക്ക് ഈ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ നിന്ന് എനിക്ക് ബെനിഫിറ്റ് എടുക്കാം എന്ന് നോക്കിയിരിക്കുന്ന ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ളവരാണ് ഇവര് സാധാരണ ഒരാളെയും നോർമൽ ബിഹേവിയറിൽ ഇവരെ നമുക്ക് കാണാൻ പറ്റില്ല. എവറിത്തിങ് ഈസ് ഫൈൻ. പക്ഷെ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സഹായിക്കുക എന്നുള്ള രീതിയിൽ വന്നിട്ടാണ് ഇവര് എപ്പോഴും ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത്, ഈ ഒരു അബ്യൂസ് ചെയ്യുന്നത്. അവരാരെയാ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള പ്രശ്നത്തിലാകുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അയാളിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ഇപ്പൊ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മാരിറ്റൽ ഏരിയയിൽ മാത്രം വൾച്ചറിങ് ചെയ്യുന്ന ഒരു നാർസിസിസ്റ്റിനെ എടുക്കാം. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്ട്രാ മാരിറ്റൽ, അല്ലെങ്കിൽ ഇപ്പൊ പ്രണയത്തിലും ഇങ്ങനത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും പ്രണയം ഇച്ചിരി പ്രശ്നത്തിലാകുന്ന പറയുമ്പോൾ ഇവർ കയറിയിട്ട് ആ ബെനിഫിറ്റിൽ മറ്റേ ആൾ അടിച്ചെടുക്കുക, ഇങ്ങനെ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു നാർസിസിസ്റ്റിക് ബിഹേവിയർ ആണിത്. പക്ഷേ ഈ എക്സ്ട്രാ മാരിറ്റൽ ഇതിലുള്ള നാർസിസിസ്റ്റുകൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ മാരിറ്റൽ ഇഷ്യൂസ് ഉള്ള വിക്ടിംസിനെ ഇവർ ടാർഗറ്റ് ചെയ്യും. അപ്പൊ അവിടെ ഇവര് ഒരിക്കലും ഈ പുറത്തുനിന്നല്ല വരുന്നത്. ഇവര് ചിലപ്പോൾ നിങ്ങളുമായിട്ട് ചില കണക്ഷൻസ് ഉള്ളവരായിരിക്കും. ഒന്നില്ല നിങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിരിക്കും, അല്ലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരിക്കും, നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യും, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ അവര് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ പഠിച്ചവരായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലോ ഒക്കെ സ്കൂൾ മേറ്റ് ആയിരിക്കാം, കോളേജ് മേറ്റ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. പക്ഷെ അവർ ബന്ധം സ്ഥാപിക്കുന്നത് നമ്മൾ ഇന്നെടുത്ത് പഠിച്ചതല്ലേ, ഇന്ന ഇയറിലെ കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമ്മളോട് ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുമ്പോൾ എപ്പോഴും നമ്മളോട് കണക്ട് ചെയ്യാനായിട്ട് ഇവർക്കൊരു ബന്ധങ്ങൾ ഇവരിങ്ങനെ കൊണ്ടുവരും, എവിടെന്നെങ്കിലും കൊണ്ടുവരും. കൂട്ടോ, അന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ ഇന്ന കൂടെ ഉണ്ടായിരുന്നു, കുട്ടി കണ്ടായിരുന്നല്ലോ അല്ലേ, ഞാൻ അറിഞ്ഞു കുട്ടിയുടെ വിവരം വളരെ കഷ്ടമായി പോയി, എന്താ അല്ലേ, ദാറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കര സഹതാപവും. പിന്നെ പതുക്കെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിച്ച് നമ്മളെ പതുക്കെ അവരുടെ ഒരു ട്രസ്റ്റിൽ നമുക്കൊരു കോൺഫിഡൻസിൽ എടുക്കുക എന്ന് പറയും. അപ്പൊ നമുക്ക് അവരോട് ഇതായി ചിലപ്പോൾ ചെറിയ എന്ത് സഹായം ചോദിക്കാൻ മടിക്കരുത് കേട്ടോ, ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. അപ്പൊ നമുക്ക് എൻ്റെ അമ്മയെ ഒരാളുണ്ടായല്ലോ, ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരാൾ അങ്ങനെ ഉണ്ടായല്ലോ എന്നുള്ള ഫീലിംഗിലേക്ക് നമ്മൾ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരോട് സഹായം ചിലപ്പോൾ ചോദിക്കും, ചില കാര്യങ്ങൾക്ക് നമ്മൾ അഭിപ്രായം തേടും, ചില സ്ഥലത്ത് ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. അങ്ങനെ ട്രാവൽ ചെയ്യും അവരുടെ കൂടെ. വളരെ ഡീസൻറ്റ് ബിഹേവിയർ, വളരെ നല്ല ബിഹേവിയർ, നമ്മളോട് നല്ല പൊന്നു പോലെ ബിഹേവ് ചെയ്യുന്ന മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇങ്ങനെ ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര നന്നായി പോയേനെ എന്ന് തോന്നുന്ന രീതിയിൽ ഇയാൾ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയൊക്കെ ആയി പതുക്കെ അയാൾ നമ്മളെ ഉപദേശിക്കാൻ തുടങ്ങും. നമ്മളെ ഉപദേശിക്കുക, നമ്മുടെ കാര്യം. അപ്പം നമ്മൾ വിചാരിക്കും എത്ര നല്ല മനുഷ്യൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണെന്ന് മറിച്ചാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തോന്നും. പതുക്കെ അയാളുടെ വലയിലേക്ക് നമ്മൾ അറിയാതെ തന്നെ അത് ഈ ചെലന്തി വല കെട്ടുന്ന പോലത്തെ ഒരു പ്രോസസ്സാണ്. അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെടില്ല. അതിനകത്ത് പതുക്കെ ഇതാക്കിയിട്ട് അവർ നമ്മളെ
കൂടുതൽ നമ്മളിലേക്ക്, നമുക്ക് അയാളോട് ഭയങ്കരമായിട്ടൊരു വിധേയത്വവും ഒരു സ്നേഹവും പിന്നെ ഒരു ഭയങ്കര ഒരു ഒബ്സസ്ഡ് ഫീലിങ്ങിലേക്കും ഒക്കെ നമ്മൾ വരാൻ തുടങ്ങും. ഇങ്ങനെ ഒരാൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അയാളെ ഉദ്ദേശിച്ചല്ല, അയാളുടെ ബിഹേവിയറിൽ ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നെ സഹായിക്കാൻ വന്നു എന്നുള്ള രീതിയിൽ. ഇനി ഏറ്റവും വലിയ രസം എന്താണെന്ന് കരുതി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വരെ വരും. അതായത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ പേരൻസ്, നിങ്ങളുടെ സിബ്ലിങ്സും ഒക്കെ ആയിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ഇതിൽ അവർ ചിലപ്പോൾ വിവാഹം കഴിച്ചിട്ട് കുട്ടികളും ഉള്ളതാണ്. ചിലപ്പോൾ ഇവളോട് പറയും, ഞാൻ എൻ്റെ വിവാഹത്തിലും വളരെയേറെ പ്രശ്നങ്ങളാണ്, എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട്, ഞാൻ ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. എന്നിട്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വരാം, സംസാരിക്കാം, നമുക്ക് എന്താ പറയുക, പറ്റുമെങ്കിൽ നമുക്ക് ഇതൊന്ന് ആലോചിക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് വീട്ടിലൊക്കെ വന്ന് പേരൻസിനൊക്കെ ഇങ്ങനെ തന്നെ പറയും കേട്ടോ, എൻ്റെ ലൈഫും ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവളെ എനിക്ക് നല്ലപോലെ മനസ്സിലാവും, നിങ്ങളുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വീഴും. എന്നിട്ട് നമ്മളുമായിട്ട് ഇവർ ഭയങ്കരമായിട്ടൊരു ഡേറ്റിംഗ് പോലെയൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അത് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മളെ ഒരു സെക്ഷൽ ഇൻറ്റിമസി അല്ലെ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് വരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുടുങ്ങും. കാരണം സെക്ഷൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി നമുക്ക് ഒരാളുമായിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ആണ്, അയ്യോ എനിക്കിനി അത് ബുദ്ധിമുട്ടായി. പിന്നെ അവർ നമ്മളെ പതുക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് വീണ്ടും ചിലപ്പോൾ പല സമയത്ത് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇടയാവും. പക്ഷെ ഇവർ ഒരിക്കലും ഡിവോഴ്സ് കൊടുക്കത്തില്ല ഇവരുടെ ഭാര്യയ്ക്ക്. ഇവർ വെറുതെ പറയുന്നതാണ്, അങ്ങനൊരു സംഭവമേ ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇവർ നിങ്ങളെ എലിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. വേറെ ആൾക്കാരിൽ നിന്നൊക്കെ മാറ്റും. ബാക്കി ആണുങ്ങളായിട്ടുള്ള ഫ്രണ്ട്സുകളിൽ നിന്നൊക്കെ മാറ്റും. ഇയാളെപ്പറ്റി അറിവുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങളെ പതുക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അയാൾ പിണങ്ങാൻ തുടങ്ങും, അയാൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും, അയാൾ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യാൻ തുടങ്ങും, അയാൾ ഹൂർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇയാൾ പതുക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങും. പിന്നെ അയാൾ സാധാരണ രീതിയിലുള്ള സൈലന്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമാവും, ഇയാൾ എന്താ എന്നോട് മിണ്ടാത്ത, ഇയാൾ എന്താ ഇങ്ങനെ. പിന്നെ നമ്മൾ അയാളോട് ചോദിച്ചാൽ നിങ്ങൾ ഭാര്യ ഇതാക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നല്ല അവസരം കിട്ടണം പറയാനായിട്ട്, അങ്ങനെ ഇതായാലേ എനിക്ക് പറയാൻ പറ്റൂ, അല്ലാതെ എനിക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ഏതോ ഒരു സിനിമയുണ്ട്, മിഥുനമാണെന്ന് തോന്നുന്നു, അതിനകത്ത് നമ്മുടെ നെടുമുടി വേണുവും നമ്മുടെ ജഗതിയും തമ്മിലൊരു സീനുണ്ട്. അയാൾ ഇത് ഇപ്പം പൊട്ടിക്കും, ഞാൻ ഇപ്പം ഈ തേങ്ങ ഇപ്പം എറിഞ്ഞു പൊട്ടിക്കും, നീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സീനില്ലേ. അങ്ങനെ നെടുമുടി വേണു പല പ്രാവശ്യം പൊട്ടി. അയാളപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, ഞാൻ ഭാര്യയോട് പറയും, ഈ ആഴ്ച പറയാൻ പോകണം, ഞാൻ അടുത്ത ആഴ്ച പറയാൻ പോകണം, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച പറയാൻ പോകണം, ഇന്ന് പറയും, നാളെ പറയും, ഇങ്ങനെ പറയും. അപ്പം നമ്മളിങ്ങനെ വെപ്രാളത്തിലിരിക്കുക, എപ്പോൾ പറയും എന്നൊക്കെ ചോദിച്ചു. ഇനി അഥവാ നമ്മളെങ്ങാനും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അയാളുടെ ഭാര്യയോട് ചോദിക്കുക, നിങ്ങൾ നമ്മളിങ്ങനെ വല്ല പ്രശ്നമുണ്ടോ, നിങ്ങളുടെ ഭർത്താവ് എന്നോട് പറഞ്ഞല്ലോ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന്, അയാൾ എന്നോട് പറയുകയായിരുന്നു നിങ്ങൾ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവർ ഈ ജഗതിയോട് നെടുമുടി വേണു പറഞ്ഞ അതേ ഡയലോഗ് അടിക്കും. എന്താണെന്നറിയാമോ, നിങ്ങളോട് ആരാ പറഞ്ഞ പൊട്ടിക്കാൻ, നിങ്ങളോട് ആരാ തേങ്ങ പൊട്ടിക്കാൻ പറഞ്ഞേ, അത് ഞാൻ പൊട്ടിക്കേണ്ടതല്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത് എന്ന് പറയും. അതായത് നീ എൻ്റെ ഭാര്യയോട് ചോദിച്ചുകൊണ്ടാണ് അത് അങ്ങനെയായത്, അതുകൊണ്ട് അതിപ്പോൾ പ്രശ്നമായി, അതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതുകൂടെ അവർക്ക് ബെനിഫിറ്റഡ് ആക്കി എടുത്തുകൊണ്ട്, അവിടെ കണ്ടില്ലേ എനിക്കിത് നീ ഡീൽ ചെയ്യണം, ഇത് നീയാണിത് പൊട്ടിച്ചത്, നീയാണിതെല്ലാം കുളവാക്കിയത്, നിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കും. പക്ഷെ ഇതിനകത്തുനിന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോഴത്തേനും നമ്മൾ ഒത്തിരി ഡാമേജ് വന്നിട്ടുണ്ടായിരിക്കും. അതിനകത്തുനിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ട് കാര്യങ്ങളാണ്. എനിക്ക് ചിലപ്പോൾ ചില ക്ലയൻസ്, ഇപ്പം പലരും നമുക്ക് അങ്ങനത്തെ ക്ലയൻസിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇവരിനകത്ത് പെട്ടുപോയത്. കാരണം ഒരിടത്തെ അബ്യൂസും, ഒരിടത്തെ ഡൊമസ്റ്റിക് വയലൻസും, ഒരിടത്തെ ഇഷ്യൂസും നമ്മളെ ഭയങ്കര ബാഡായിട്ട്. ഇനി ചില ഇതിനകത്ത് ഈ വൾച്ചറിങ് നാർസിസിസ്റ്റ് വരുന്നത് ഈ സെക്ഷുവലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്ഷുവലി ഇതാകാത്ത ചില മാരേജസ് ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് സെക്ഷുവലി ഡ്രൈ ആണ് അവരുടെ ലൈഫ്. അപ്പോൾ അങ്ങനെ വരുന്നിടത്തും ഇവർ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ അതിനകത്തും നമുക്ക് ഈ വൾച്ചറിങ് നാർസിസിസ്റ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവർ ചെയ്യുന്ന എപ്പോഴും എവിടെയാണോ ഒരു പ്രശ്നമുള്ളത്, ആ പ്രശ്നത്തിൽ കയറിയിട്ട് എനിക്ക് മാക്സിമം ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. ഒരു കാരണവശാലും ഒരു വിവാഹ ജീവിതത്തിലുള്ള ഒരു പാർട്ട്ണറുള്ള, അതിലൊരു ഫാമിലി ഉള്ള ഒരു മനുഷ്യൻ്റെ കൂടെ നിങ്ങൾ പോകാൻ പാടില്ല. എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. യു നീഡ് ടു ഹാവ് സെൽഫ് ലവ്. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, എന്നെ ഞാൻ സെക്യൂർ ചെയ്യും, എൻ്റെ ജീവിതമാണ് എനിക്ക് വലുത്. അതിനകത്ത് ഇനി ആരൊക്കെ എങ്ങനെ വന്നാലും യു ഷുഡ് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അതുപോലെ നിങ്ങളുടെ ബൗണ്ടറീസ് നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങളുടെ ലക്ഷ്മണരേഖ, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കേണ്ടത്, ഇതാണ് എൻ്റെ ലക്ഷ്മണരേഖ. ഇനി ഇതുപോലുള്ള ആളുകൾ വരുമ്പോൾ ഇവരെന്തിനു വരുന്നു എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരാൾ പറയുന്നത് സത്യമാണോ, അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ,
ഒരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ട്രസ്റ്റ് വർത്തിനെസ് എപ്പോഴും ചെക്ക് ചെയ്യണം. അയാൾ പറയുന്നത് ചെയ്യുകയും ചെയ്യുന്നത് പറയുകയും ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്, അയാളെ ട്രസ്റ്റ് ചെയ്യാം ആസ് എ പേഴ്സൺ, ആസ് എ റിലേഷൻഷിപ്പ് എല്ലാം. പക്ഷെ അയാൾ പറയുന്നത് 90% നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 10% ഒരു ഡൗട്ട് പോലെ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ആര് പറഞ്ഞാലും ശരി, ഓക്കെ യു പറഞ്ഞു, സമ്മതിച്ചു, എനിക്ക് ഇതിൻ്റെ ട്രസ്റ്റ് ഒക്കെയാണ്, പക്ഷെ ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ നോക്കട്ടെ, ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പിന്നെ നമ്മൾ നോക്കണം ഇതുപോലെ അയാളുടെ പ്രീവിയസ് ആയിട്ടുള്ള ചില ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇയാൾ വേറെ ആൾക്കാരുമായിട്ട് ആരൊക്കെയായിട്ട് കണക്ഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ മനുഷ്യൻ എന്നുള്ള രീതിയിലേക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുപോകും. മറ്റാളുകളുമായിട്ട് നമ്മളെ നിങ്ങൾ കോണ്ടാക്ട് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ ജീവിതമാണ്. അവിടെ നമ്മുടെ സെൽഫ് ലവും നമ്മളാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. വേറൊരാൾക്ക് അതിനുള്ള അവകാശവും അധികാരവും കൊടുക്കാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റണം. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിനും നിങ്ങളായിരിക്കണം കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി ജീവിതം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓട്ടോണമിയും ഏജൻസിയും ഡെവലപ്പ് ചെയ്യണം. ഐ എം കേപ്പബിൾ ഇനഫ് മൈ ഇൻഡിപെൻഡൻസ് ആൻഡ് മൈ ഫ്രീഡം. ഐ നോ വാട്ട് ഐ സപ്പോസ് ടു ബി ഡൂയിങ്. അതില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്രൊഫഷണൽസിനോട് ചോദിക്കണം. അല്ലാതെ ബെയർഫുട്ട് കൗൺസിലേഴ്സും അവരും ഇവരും ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ നല്ല രീതിയിൽ ചോദിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി വളരെ ഡിലിജൻറ്റും വിജിലൻറ്റുമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമ്പോഴാണ് ഇങ്ങനത്തെ വൾച്ചറിങ് നാർസിസ്റ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്. നമുക്കെല്ലാവർക്കും നല്ല പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് പ്രോഗ്രസീവായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട്. ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.